നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ചിലരുടെ ജീവിതം വളരെ പെട്ടെന്ന് മാറുന്നു, എന്നാൽ തൻ്റെ ജീവിതം മാത്രം എന്നും ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾ, ഓരോ സങ്കടങ്ങൾ, കരയാൻ വേണ്ടി മാത്രം ഇങ്ങനെ വിധിക്കപ്പെടുന്നത് എന്ന്? എന്നാൽ നിങ്ങളുടെയും ജീവിതം മാറാൻ പോവുകയാണ്. അടുത്ത 30 ദിവസത്തിനുള്ളിൽ ചില നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും. ഒരുപക്ഷെ ഒരു 2 വീടും ഒരു 3 കാറും വാങ്ങാനുള്ള ഒരു യോഗം. ജ്യോതിഷശാസ്ത്രം പറയുന്നത് ഇതാണ്: ചില നക്ഷത്രജാതകർ ജനിക്കുന്നത് തന്നെ ഭാഗ്യദേവതയെ കൂടെ നിർത്തിക്കൊണ്ടാണ്. ഭാഗ്യദേവത ഒപ്പമുണ്ടെങ്കിൽ ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും, എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറിക്കിട്ടും. പ്രയാസങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെയുള്ള 9 നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. ഈ 9 നക്ഷത്രജാതകർക്ക് സർവ്വസൗഭാഗ്യമാണ്. അവരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. നാളെ പ്രത്യേക പൂജയുണ്ട്. കുടുംബൈശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും അമ്മ മുത്തുമാരി അമ്മയ്ക്ക് പ്രത്യേക പൂജ ചെയ്ത് പ്രാർത്ഥന നടത്തും. അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന അമ്മ പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. വ്രതശുദ്ധിയോടുകൂടി നാളെ നിങ്ങളും പ്രാർത്ഥന നടത്തണം. നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു വലിയ നേട്ടമായി, ഭാഗ്യമായി മാറും. മുത്തുമാരി അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. ഞാനീ പറയുന്ന നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? തീർച്ചയായും നിങ്ങൾക്കൊരു വലിയ ഭാഗ്യത്തിന് ഉടമയാകാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. വീഡിയോ മുഴുവനായി കാണണം. കാരണം ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രജാതകർ ആരെങ്കിലും ഉണ്ടാകും. അങ്ങനെ ഉണ്ട് എങ്കിൽ അവരെ ചേർത്ത് പിടിച്ചോളൂ. ഭാഗ്യത്തിനു മേൽ ഭാഗ്യമാണ്. ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുള്ള, അതൊക്കെ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഒരു നക്ഷത്രമുണ്ട്. നമ്മുടെ ആദ്യത്തെ നക്ഷത്രം തന്നെയാണത്. നക്ഷത്രം ഇതാണ്, അശ്വതി. ശ്രദ്ധിച്ച് കേൾക്കുക അശ്വതി നക്ഷത്രജാതകരെ. നിങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ല. ഗ്രഹനില നിരീക്ഷിക്കുമ്പോൾ ഏറ്റവും ബെറ്ററായ ഒരു സമയത്തിലേക്കാണ് അശ്വതി നക്ഷത്രജാതകർ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സുവർണ അധ്യായം ആരംഭിക്കാൻ പോവുകയാണ്. സ്ഥിരതയില്ലാതിരുന്ന സാമ്പത്തിക ജീവിതത്തിന് ഇനി അടിത്തറ ഉറയ്ക്കുന്ന സമയമാണ്. ആഗ്രഹിച്ചിരുന്ന വീട്, കണ്ണുനട്ടിരുന്ന ഭൂമി, അത് നിങ്ങളുടേതാകാൻ പോവുകയാണ്. ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ്, നേട്ടത്തിനുമേൽ നേട്ടമാണ്. ഒരു പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന അശ്വതി നക്ഷത്രജാതകർക്ക് അതൊക്കെ നടന്നു കിട്ടുന്ന സമയം കൂടിയാണ്. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. രണ്ടാമത്തെ നക്ഷത്രം കാർത്തികയാണ്. അഗ്നി നക്ഷത്രമായ കാർത്തികയ്ക്ക് ജീവിതത്തിൽ ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഈ നക്ഷത്രജാതകരുടെ ജീവിതം തീ കൊളുത്തിയ പോലെ ജ്വലിക്കാൻ പോവുകയാണ്. വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന സ്വപ്നം, ഒരു സ്വന്തമായൊരു വീടാകാം, അല്ലെങ്കിൽ ഒരു ജോലിയാകാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് കഴിയണമെന്ന ആഗ്രഹമാകാം. അതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. നിങ്ങൾക്കൊരു ജോലി കിട്ടും. നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ സാധിക്കും. കാനഡയിലോ ഓസ്ട്രേലിയയിലോ ജർമ്മനിയിലോ ഒക്കെ പോകാൻ സാധിക്കുന്ന സമയമാണ്. ഈ ഭാഗ്യമെല്ലാം കൂടെ ഒന്നിച്ച് വന്നു കയറുന്ന ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ച്. ആ ഭാഗ്യകാലം ഉപയോഗിക്കണം, നഷ്ടപ്പെടുത്തരുത്.
മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർത നക്ഷത്രമാണ്. നമുക്കറിയാം, പുണർത നക്ഷത്രം ബൃഹസ്പതിയുടെ അനുഗ്രഹമുള്ള നക്ഷത്രമാണ്. ഗുരുദേവൻ കടാക്ഷിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് വിദ്യ, ധനം, കുടുംബസൗഖ്യം ഇവ മൂന്നും ഒരുമിച്ച് ലഭിക്കാൻ പോകുന്ന കാലം ഇപ്പോഴാണ്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആ വഴി തുറക്കും. ഉദ്യോഗ കയറ്റം ആഗ്രഹിക്കുന്നവർക്ക് ആ അംഗീകാരം ലഭിക്കും. 2 വീടും 3 കാറും എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നുണ്ടാകാം. എന്നാൽ നിങ്ങൾ ചിരിക്കേണ്ട. പുണർത നക്ഷത്ര ജാതകർക്ക് ഇതൊക്കെ യാഥാർത്ഥ്യമാകുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം പൂയമാണ്. പൂയം നക്ഷത്ര ജാതകർ ഇനി വരുന്ന മാസങ്ങളിൽ ഒരു വലിയ ഉയർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കും. ബാങ്ക് ബാലൻസ് വർദ്ധിക്കും. ആദ്യ കാർ വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി ഒന്നല്ല ഒന്നിലേറെ വാഹനങ്ങൾ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും. ഒരു ബുള്ളറ്റൊക്കെ വീട്ടിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു സമയമാണിനി. കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാകും. ദീർഘകാലമായി നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് ഇനി പരിഹാരമാകും. മംഗല്യ ഭാഗ്യവും ഉണ്ടാകും. ഇതൊക്കെ ഞാൻ ഈ പറയുന്നത് പൊതുവായ ഫലങ്ങളാണ്. പൂർണ്ണമായ ഫലമറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. വിഷുഫലമൊക്കെ ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം സൂര്യനക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർ ജനിക്കുന്നത് തന്നെ നേതൃഗുണം ഉള്ളവരായിട്ടാണ്. ഇനി വരുന്ന കാലം ആ നേതൃത്വ ഗുണം ഭൗതിക സമൃദ്ധിയായി മാറും. നിങ്ങൾക്കൊരു ഉദ്യോഗം ലഭിക്കും. നിങ്ങൾക്ക് ആദരവും അംഗീകാരവും, സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതുമൊക്കെ കിട്ടുന്ന സമയം. അതുപോലെ കാനഡയിലൊക്കെ പോകാൻ സാധിക്കും. മകനക്ഷത്രക്കാരെ, നിങ്ങൾ ജനിച്ചത് ജയിക്കാൻ വേണ്ടിയാണ്. ജയിക്കുക തന്നെ ചെയ്യും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. ചിത്ര നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ്. ബുദ്ധിശക്തി ഏറെയുള്ളവരാണ് ചിത്ര നക്ഷത്ര ജാതകർ. ഇനി വരുന്ന സമയങ്ങളിൽ ആ ബുദ്ധി സ്വർണ്ണമായി പരിണമിക്കും. ടെക്നോളജി, ഡിസൈൻ, ആർട്ട്, ഏത് മേഖലയാണ് നിങ്ങളുള്ളത് ആ മേഖലയിൽ നിന്നും വലിയ നേട്ടമുണ്ടാകും. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അവിടെയും വലിയ ഗുണം ലഭിക്കും. ഈ കാലഘട്ടത്തിൽ നിങ്ങളൊരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ഫലം ഇരട്ടിയാകും. കുടുംബത്തിലുണ്ടായിരുന്ന അസ്വാരസ്യങ്ങളൊക്കെ മാറിക്കിട്ടും. എല്ലാവരുമായി ഒരു ഐക്യതയോടുകൂടി കഴിയുവാനുള്ളൊരു യോഗം നിങ്ങൾക്ക് വന്നു ചേരും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. ഈ നക്ഷത്ര ജാതകർക്ക് ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചവരാണ് വിശാഖ നക്ഷത്ര ജാതകർ. പക്ഷേ ജ്യോതിഷശാസ്ത്രം ഒരു കാര്യം ഉറപ്പു പറയുന്നു, ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടവർക്കാണ് ഏറ്റവും വലിയ ഭാഗ്യം ലഭിക്കുന്നത് എന്ന്. വിശാഖ നക്ഷത്ര ജാതകർക്ക് ഇനി വരുന്ന കാലം ജീവിതം 2ാം ജന്മം എടുക്കുന്ന കാലമാണ്. കടബാധ്യതകൾ തീരും. ആഗ്രഹിച്ചിരുന്ന ആ വലിയ വീട് ഇനി അത് വാസ്തവമാകും. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയുടെ കാലഘട്ടമാണ്. അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. ശക്തമായ ഒരു നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം. ആ നിശ്ചയദാർഢ്യം ഇനി സ്വത്ത് സമ്പാദനത്തിൽ ഫലം കൊടുക്കും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ബന്ധു ഗുണം വർദ്ധിക്കും. ഭൂമി ഇടപാട്, അതുപോലെ പ്രോപ്പർട്ടി ഡീല്, ഇവ ഗുണകരമായ ഫലം നിങ്ങൾക്ക് നൽകും. കാർ ചിരിക്കേണ്ടതില്ല. തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ഇത് ദൂരെയല്ല. 2 കാറ് നിങ്ങൾ വാങ്ങും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. 9ാമത്തെ നക്ഷത്രം ഉത്രാടം. ഈ ലിസ്റ്റിൽ ഏറ്റവും ഭാഗ്യമുള്ള നക്ഷത്രം ഉത്രാടമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ജ്യോതിഷശാസ്ത്രം ഒരേ സ്വരത്തിൽ പറയുന്നു, ഉത്രാടം നക്ഷത്ര ജാതകർക്കിനി സാമ്പത്തിക ഉന്നതി, 2-ലധികം പ്രോപ്പർട്ടി, വാഹന ഐശ്വര്യം, കുടുംബത്തിൽ സന്തോഷം, സമാധാനം. എഴുതി വെച്ചോ, വിദേശത്തേക്ക് പോകാനുള്ള അവസരം. ഈ 5 കാര്യങ്ങളും നിങ്ങൾക്ക് ഒരുമിച്ച് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ദൈവം നൽകുന്ന ഈ ഭാഗ്യം നിങ്ങൾ അർഹിക്കുന്നു. ആ ഭാഗ്യം നിങ്ങൾ ഉപയോഗിക്കുക കൂടി ചെയ്യുക. സുഹൃത്തുക്കളെ, ഈ 9 നക്ഷത്രക്കാരിൽ നിങ്ങളുടെ നക്ഷത്രമുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റിൽ നക്ഷത്രം ടൈപ്പ് ചെയ്യൂ. ഒരുപക്ഷെ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഓരോ നക്ഷത്രക്കാർക്കും ഓരോ ഭാഗ്യകാലമുണ്ട്. ഇനി ഉടൻ ബാക്കി നക്ഷത്രക്കാരെക്കുറിച്ചുള്ള സ്പെഷ്യൽ വീഡിയോ ഞാൻ കൊണ്ടുവരും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ഒരു വീഡിയോ പോലും മിസ്സാകില്ല. ദൈവം എല്ലാവർക്കും ഭാഗ്യം തരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.